എന്നാൽ പോലും എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യുമാവും, ആഗ്രഹിക്കുന്ന പോലെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനിൽ അച്ചൻകോവിൽ. ഓക്കെ അനിൽ. ലൈക്ക് നമ്പർ 24. അനിലിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് അനിൽ? അനിൽ ക്വസ്റ്റ്യൻ കാണുന്നില്ല. അനിലിൻ്റെ ലൈക്ക് നമ്പർ മാത്രമേ കാണുന്നുള്ളൂ, അനിലിൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഓക്കെ. ടോമി റിലേഷൻഷിപ്പ് റിയൂണിയൻ ഉണ്ടാകുമ്പോൾ ലൈക്ക് നമ്പർ 13. ടോമിയുടെ റീഡിങ്സ്. ടോമി ലൈക്ക് നമ്പർ 13. സോ റിലേഷൻഷിപ്പിൽ റിയൂണിയൻ ഉണ്ടാകുമോ? ഓക്കെ ടോമി. സോ ഉറപ്പായിട്ടും റിയൂണിയൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറച്ച് ടൈം എടുക്കും. അതായത് ടോമിയുടെ പാർട്ട്ണറിനെ ഭയങ്കരമായിട്ട് സംശയിക്കുന്ന പോലെ ഇവിടെ കാർഡ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ടോമി ആളോട് തന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. മറ്റ് വ്യക്തികളെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക കേട്ടോ. മറ്റ് വ്യക്തികൾ ഇടപെടാതിരിക്കുക. അവരിടപെട്ടാൽ അത്ര നല്ലതായിരിക്കത്തില്ല. സോ സ്വന്തമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യുക. മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ മറ്റുള്ള അഭിപ്രായങ്ങളോ തൻ്റെ റിലേഷൻഷിപ്പിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക. അങ്ങനെ ഉൾപ്പെടുത്താതിരുന്നാൽ മാത്രമേ തൻ്റെ റിലേഷൻഷിപ്പിൽ റിയൂണിയൻ പോസിബിൾ ആവത്തുള്ളൂ കേട്ടോ. സോ ആർക്കെങ്കിലും പേഴ്സ് റീഡിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു റീഡിങ് കൂടെ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ 1 ക്വസ്റ്റ്യൻ റീഡിങ് കൂടെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന UPIഡിയിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. മഞ്ജു ലൈക്ക് നമ്പർ 33. എനിക്ക് വീട് വെക്കാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുമോ? ഓക്കെ മഞ്ജു just please get for മഞ്ജു. സോ മാറിക്കിട്ടും കേട്ടോ. അതായത് ഇപ്പം മഞ്ജുവിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ ഫിയറും ആങ്സൈറ്റിയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. സോ അതിലൊക്കെ ഒന്ന് മാറ്റുക കേട്ടോ. ഒന്ന് ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഇത്രയും വറി ചെയ്യാതെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ സിറ്റുവേഷൻ നിൽക്കുന്നതൊക്കെ ഉണ്ട്. ഒരുപാട് രീതിയിൽ സെൽഫ് ഡൗട്ട് തന്നെ ചെയ്യുന്നതിനെ കൊണ്ട് സാധിക്കും, എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് രീതിയിൽ സംശയിക്കുന്നുണ്ട്. സോ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അത്രയും ഹോൾഡ് ചെയ്യാതിരിക്കുക കേട്ടോ. അത്രയും എനർജീസിന് അത്രയും കീപ്പ് ചെയ്യാതിരിക്കുക. കാരണം അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ സിറ്റുവേഷനൊക്കെ ഒന്ന് ടോക്സിക് ആക്കാതെ എല്ലാത്തിനും കൺട്രോൾ ചെയ്ത് നിൽക്കുക. അങ്ങനെ നിന്ന് ഉറപ്പായിട്ടും താൻ ആഗ്രഹിക്കുന്ന പോലെ തനിക്ക് വീട് വെക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. സോ സം പേഴ്സൺ തന്നെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏതൊരു വ്യക്തി തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതായിരിക്കും ഈ ഒരു വീട് വെക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട്. സോ പേഴ്സ് റീഡിങ് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പം മന്ത് എൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഓഫറിലാണ് റീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുല്യ അജയ് ഘോഷ് ലൈക്ക് നമ്പർ 30. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിലേക്ക് വരുമോ? ജിതിക് ചതയോ അതുല്യ പോയോ പ്ലീസ്. ഓക്കെ അതുല്യ. സോ അതുല്യയുടെ വ്യക്തി തിരിച്ചു വരുമോ ഇല്ലയോ നോക്കാം. ഓക്കെ. അതില്ല, ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം നിങ്ങൾ രണ്ടുപേരും സോൾമേറ്റ്സ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. സോ ഉറപ്പായിട്ട് ആ വ്യക്തി തിരിച്ചു വരുന്നതായിരിക്കും. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളായിട്ടൊരു മാരേജിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും തിരിച്ചു വരുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ മാരേജ് നടക്കാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് മേ ബി ആളുടെ ഫാമിലി മെമ്പേഴ്സോ ഫാദറിനോടോ മദറിനോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് അതെല്ലാം റെഡിയാക്കിയ ശേഷമായിരിക്കാം ആൾ തിരിച്ചു വരുന്നത്. കാരണം താനായിട്ടൊരു മാരീഡ് ലൈഫ് ആൾ ഒരുപാട് ഇപ്പം കറൻലി ആഗ്രഹിക്കുന്നുണ്ട്. ലക്ഷ്മി ലൈക്ക് നമ്പർ 32. എൻ്റെ സ്പെഷ്യൽ പേഴ്സ് അൺകണ്ടീഷണൽ ലവ് എൻ്റെ അടുത്തേക്ക് തിരികെ വരുമോ? ഓക്കെ ലക്ഷ്മി. സോ ഉറപ്പായിട്ടും തിരിച്ചു വരും ലക്ഷ്മി. അതായത് ഇപ്പോൾ ലക്ഷ്മി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ പേഴ്സൺ തിരിച്ചു വരും. പക്ഷെ ആ പേഴ്സണിൻ്റെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽപ്പുണ്ട്. ആ തേർഡ് പാർട്ടിയോട് തൻ്റെ ലക്ഷ്മിയുടെ പേഴ്സണിന് ഭയങ്കരമായിട്ടൊരു താല്പര്യമുള്ള പോലെ കാണിക്കുന്നുണ്ട്. സോ ആ തേർഡ് പാർട്ടി മാറിയാൽ മാത്രമേ താനോട്ട് തിരിച്ചെടുത്തുള്ളൂ. സോ താനായിട്ടൊരു റീകൺസിലേഷൻ പോസിബിൾ ആവുകയും നിങ്ങളമ്മ ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ട്രാവലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഒരു അതേപോലെ തന്നെ ഹാപ്പി ഫാമിലി കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. കാരണം ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സോ ലക്ഷ്മിയുടെ കറണ്ട് സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുവാണ് കേട്ടോ.